ഒന്ന്, ഭരണകൂട ഭീകരത. രണ്ട്, നമ്മുടെ ജുഡീഷ്യറി പുറത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയപ്പെട്ടു. ഈ രണ്ടിൻ്റെയും അനന്തരഫലമാണ് ഉത്തർപ്രദേശിലെ സംബൽ ഷാഹി മസ്ജിദ് സർവേയുമായി ബന്ധപ്പെട്ട് നടന്ന പോലീസ് വെടിവെപ്പ് എന്ന് പച്ചവെള്ളം പോലെ മനസ്സിലാവും. സംഭവത്തിൽ 4 മുസ്ലിം യുവാക്കൾ കൊല്ലപ്പെട്ടു. സർവേക്കെതിരെ പ്രദേശത്തെ മുസ്ലിം സമൂഹം നടത്തിയ പ്രതിഷേധം അക്രമാസക്തമായതിനെ തുടർന്ന് സ്വയം രക്ഷയ്ക്കാണ് വെടിവെക്കേണ്ടി വന്നത് എന്നാണ് പോലീസ് പറയുന്നത്. ഇത് എത്രത്തോളം വാസ്തവമാണെന്ന് പരിശോധിക്കപ്പെട്ടാലേ സത്യാവസ്ഥ അറിയാൻ കഴിയൂ. കാരണം മുസ്ലിങ്ങൾക്കെതിരായ UP പോലീസിൻ്റെ നടപടി പലപ്പോഴും വിദ്വേഷപരമാണെന്ന് മുൻകാല സംഭവങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ അന്യായമായ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ UP പോലീസ് കല്ലുവച്ച നുണകൾ പ്രചരിപ്പിക്കുന്നത് പതിവുമാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അന്ന് നടന്ന പ്രക്ഷോഭത്തിനിടെ ഉത്തർപ്രദേശിലെ കാൺപൂരിൽ 2019 ഡിസംബറിൽ 2 പേർ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ പോലീസ് പറഞ്ഞത് എന്താണ്? നാടൻ തോക്കുപയോഗിച്ച് പ്രതിഷേധക്കാർ നടത്തിയ വെടിവെപ്പിലാണ് മരണമെന്നായിരുന്നു. ദേശീയ മാധ്യമങ്ങളാണെങ്കിൽ അത് ഏറ്റുപിടിക്കുകയും ചെയ്തു. പിന്നീട് പ്രതിഷേധക്കാരെ പോലീസ് വെടിവെക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ആ വാദം പൊളിയുകയും അത് ശുദ്ധ നുണയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തത്. അതുപോലെ ഷാഹി മസ്ജിദ് സർവേയുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച നടന്ന സംഘർഷത്തിൻ്റെ സത്യം അറിയണമെങ്കിൽ അല്പം കാത്തിരിക്കേണ്ടി വരും. ക്ഷേത്രം പൊളിച്ചാണ് മുഗൾ ചക്രവർത്തിയായ ബാബർ സംബലിലെ ഷാഹി മസ്ജിദ് പണിതത് എന്ന് ആരോപിച്ച് വിഷ്ണു ശങ്കർ ജെയിൻ എന്നയാൾ സംബലിലെ പ്രാദേശിക സിവിൽ കോടതിയെ സമീപിച്ചതോടെയാണ് പ്രശ്നത്തിന് തുടക്കം കുറിച്ചത്. വിഷ്ണു ശങ്കർ ഒരു സുപ്രീം കോടതി അഭിഭാഷകനും സംഘപരിവാർ സഹകാരിയുമാണ്. കേസ് പരിഗണിച്ച കോടതി മറുഭാഗത്തിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാതെ പെട്ടെന്ന് തന്നെ സർവേക്ക് ഉത്തരവിടുകയാണ് ചെയ്തത്. ഈ മാസം 29-നകം സർവേ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. കോടതി ഉത്തരവ് വന്ന് മണിക്കൂറുകൾക്കകം തന്നെ സർവേക്കായി അഭിഭാഷക കമ്മീഷണർ ഷാഹി മസ്ജിദിൽ എത്തുകയും ചെയ്തു. ജുഡീഷ്യറിയുടെയും ഭരണകൂടത്തിൻ്റെയും ധൃതി പിടിച്ചതും നീതിന്യായ വ്യവസ്ഥയ്ക്ക് നിരക്കാത്തതുമായ നടപടികളാണ് പ്രദേശത്തുകാരെ ക്ഷുഭിതരാക്കിയതും സർവേക്കെത്തിയവരെ തടയുന്നതും ഉൾപ്പെടെയുള്ള പ്രതിഷേധ നടപടികളിലേക്ക് എത്തിച്ചതും. AICC സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ നിരവധി നേതാക്കൾ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. എന്തായിരുന്നു സർവേക്ക് ഉത്തരവിടാൻ കോടതിക്ക് ഇത്ര തിടുക്കം? ബാബരിക്ക് ശേഷം ഹിന്ദുത്വ ഫാസിസം രാജ്യത്തെ പ്രമുഖ മസ്ജിദുകളിൽ ഒന്നൊന്നായി അവകാശവാദം ഉന്നയിക്കുകയും കയ്യേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. BJP ആധിപത്യത്തിലുള്ള ഭരണകൂടങ്ങൾ ഈ അനധികൃത കയ്യേറ്റങ്ങൾക്ക് സർവ്വ ഒത്താശയും നൽകുകയാണ് ചെയ്യുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ ഏക പ്രതീക്ഷ ജുഡീഷ്യറിയാണ്. പൗരന്മാർക്കിടയിലെ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനോടൊപ്പം ഭരണകൂടങ്ങളെ തിരുത്താൻ കൂടിയാണ് ഭരണഘടനാ ശില്പികൾ നീതിന്യായ കോടതികൾ സ്ഥാപിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിച്ചതും കാലങ്ങളായി മുസ്ലിങ്ങൾ ആരാധന ചെയ്യുന്ന ഒരു മസ്ജിദ് ക്ഷേത്രമായിരുന്നുവെന്ന അവകാശവാദവുമായി ആരെങ്കിലും രംഗത്ത് വരുമ്പോൾ സർവേക്ക് ഉത്തരവിടുന്നതിന് മുമ്പ് മസ്ജിദ് ഭാരവാഹികൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കാനും അവരെ വിളിച്ചു വരുത്തി വിശദീകരണം തേടാനും കോടതിക്ക് ബാധ്യതയുണ്ട്. അത്തരം നടപടികളിലേക്ക് കടക്കാതെ ഹിന്ദുത്വരുടെ വാദത്തിന് പിന്തുണ നൽകി പെട്ടെന്ന് സർവേക്ക് ഉത്തരവിടുന്നത് കോടതിയുടെ സ്വതന്ത്ര സ്വഭാവത്തിന് യോജിക്കാത്തതും ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം വരുത്തുന്നതുമാണ്. സർവേ നടത്തിയ രീതിയിലും ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തികളിലും സംശയാസ്പദമായ നിലപാടുകളും വേറെയുണ്ട്. നവംബർ 19-ന് ലോക്കൽ പോലീസിൻ്റെയും മസ്ജിദ് മാനേജ്മെൻറ്റിൻ്റെയും സാന്നിധ്യത്തിൽ ഒരു സർവേ നടന്നിരുന്നു. ആ പരിശോധനയിൽ ക്ഷേത്രമായിരുന്നുവെന്ന് സംശയിക്കുന്ന ചിഹ്നങ്ങളോ വസ്തുക്കളോ കണ്ടെത്തിയിട്ടില്ല എന്നാണ് വിവരം വന്നത്. എന്നിരിക്കെ വീണ്ടും തിടുക്കപ്പെട്ട് ഒരു സർവേ നടത്താനുള്ള കാരണം എന്താണ്? അവിടെ നേരത്തെ ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന് വരുത്തി തീർക്കാനുള്ള ആസൂത്രിത നീക്കമായിരുന്നു അതിന് കാരണമെന്ന് സംശയിക്കുക സ്വാഭാവികമല്ലേ? ബാബരി മസ്ജിദ് ഉൾപ്പെടെ ഹിന്ദുത്വർ അവകാശവാദമുന്നയിച്ച ഒരു ആരാധനാലയവും നേരത്തെ ക്ഷേത്രമായിരുന്നുവെന്ന് വസ്തുതാപരമായി തെളിയിക്കാൻ ഹിന്ദുത്വർക്കോ സർവേ നടത്തിയ ഉദ്യോഗസ്ഥ അംഗത്തിനോ സാധിച്ചിട്ടില്ല. അയോധ്യയിൽ പുരാവസ്തു വകുപ്പ് നടത്തിയ പരിശോധനയിൽ പഴയ കെട്ടിട ശകലങ്ങളിൽ ഒന്നുപോലും ക്ഷേത്രത്തിൻ്റേത് ആണ് എന്ന് തറപ്പിച്ച് പറയുന്നില്ല. ആർക്കിയോളജിക്കൽ വകുപ്പ് മൊത്തം കാവ്യവൽക്കരിക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ നടത്തുന്ന മറ്റു സർവേകളും തീർപ്പുകളും നിഷ്പക്ഷമാകാനുള്ള സാധ്യത വളരെ കുറവാണ്. രാജ്യത്തെ പ്രമുഖ മസ്ജിദുകൾ പിടിച്ചെടുക്കുക തങ്ങളുടെ ലക്ഷ്യം ആണെന്ന് വളരെ മുമ്പേ RSSും സംഘപരിവാർ സംഘടനകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രായോഗവൽക്കരണമാണ് സംബൽ ഷാഹി മസ്ജിദിലും ഗ്യാൻ വ്യാപി മസ്ജിദിലും മധുര ഈദ്ഗാഹ് മസ്ജിദിലുമെല്ലാം അവർ നടത്തി വരുന്നത്.
യോഗി ആദിത്യനാഥ് ഭരണകൂടവും മോദി സർക്കാരും അവർക്ക് സഹായകമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രം. പ്രാദേശിക കോടതിയുടെ നിലപാടും സംശയാസ്പദമാണ്. സുപ്രീം കോടതിയിലാണ് ഇരകൾക്ക് ഇനി പ്രതീക്ഷയുള്ളൂ. പരമോന്നത കോടതി എത്രയും വേഗത്തിൽ പ്രശ്നത്തിൽ ഇടപെട്ട് നീതി ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു. 4 പേരുടെ മരണത്തിനിടയാക്കിയ വെടിവെപ്പിനെക്കുറിച്ച് സമഗ്രവും നീതിപൂർവമായ ഒരു അന്വേഷണവും പ്രഖ്യാപിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ രാജ്യത്തെ മതേതരം എന്ന വിളിക്ക് ഒരു അർത്ഥമുള്ളൂ.